മറ്റൊരു വാർത്തയിലേക്ക്. മോൻസ് ജോസഫ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലെ പ്രതികരണങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് എംഎൽഎ ആയ ജോബ് മൈക്കിൾ രംഗത്ത്. ജോസഫ് വിഭാഗത്തിന്റെ ജാള്യത മറയ്ക്കാനാണ് ജോസ് കെ മാണിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ജോബ് മൈക്കിൾ പറഞ്ഞു. ജോസ് കെ മാണി വിഭാഗത്തെ UDF നിന്ന് പുറത്താക്കിയതിന്റെ പാപഭാരം കൊണ്ടാണ് പുതിയ പ്രതികരണങ്ങൾ. മോൻസ് ജോസഫ് മന്ത്രി ആയതും ആദ്യമായി MLA ആയതുമെല്ലാം LDF പാളയത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള മോൻസ് UDFന്റെ അപ്പോസ്തലൻ ആകാൻ ശ്രമിക്കേണ്ട. കോട്ടയം സീറ്റിൽ തോമസ് ചാഴിക്കാടൻ തന്നെ മത്സരിക്കും. മറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒറ്റപ്പെട്ടതാണ് എന്നും ജോബ് മൈക്കിൾ ന്യൂസ് 18നോട് പറഞ്ഞു. കോട്ടയം ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരള കോൺഗ്രസിന്റെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള വിഴുപ്പലക്കലുകൾ കൂടി വഴിമാറുകയാണ്. കഴിഞ്ഞ ദിവസം മോൻസ് ജോസഫ് ന്യൂസ് 18നോട് പ്രതികരിച്ചത് തോമസ് ചാഴിക്കാടൻ തങ്ങൾക്ക് സ്വീകാര്യനായിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നില്ല, മുന്നണി മര്യാദ കൊണ്ട് മാത്രമാണ് അന്ന് KM മാണിയുടെ തീരുമാനത്തെ അംഗീകരിച്ചതെന്നാണ്. എന്നാൽ ഇതിൽ പ്രതികരണവുമായി ജോസ് കെ മാണി വിഭാഗവും രംഗത്തെത്തിയിരിക്കുന്നു. ജോബ് മൈക്കിൾ MLA നമ്മളൊപ്പം ചേരുന്നു. ശ്രീ ജോബ് മൈക്കിൾ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അതിരൂക്ഷമായ വിമർശനമാണ്. ഈ UDF മുന്നണിയെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ പോവുകയായിരുന്നു, കാല് പിടിച്ച് അപേക്ഷിച്ചതാണ്, മുന്നണിയിൽ നിന്ന് മാറരുത് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? UDF ഞങ്ങളെ പുറത്താക്കിയതാണല്ലോ. അന്ന് എല്ലാ മാധ്യമങ്ങളിലും പത്രവാർത്തയെല്ലാം പറഞ്ഞ ബെന്നി ബെഹനാൻ ഞങ്ങളെ പുറത്താക്കി. ഞങ്ങൾ UDF നിന്ന് പുറത്തായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നു. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നു. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിനേക്കാൾ കൂടുതൽ സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നു. അപ്പൊ ഇപ്പം UDFന്റെ നേതാക്കന്മാരെല്ലാം പറഞ്ഞു ഞങ്ങളെ പുറത്താക്കിയത് തെറ്റായിപ്പോയെന്നാണല്ലോ. അവരെല്ലാം എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ പ്രസ്താവന നടത്തി. അപ്പൊ ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ UDF നിന്ന് പുറത്താക്കാൻ വലിയൊരു ഗൂഢാലോചന നടന്നു. അതിന്റെ പാപഭാരമായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകള് പ്രസ്താവനയുമായിട്ട് രംഗത്ത്. അല്ല, താങ്കൾ അങ്ങനെ പറയുമ്പോൾ മോൻസ് ജോസഫ് പ്രതികരിച്ചത് മറിച്ചുള്ള, അതായത് LDFനൊപ്പം പോകാമെന്ന അജണ്ട ജോസ് കെ മാണി വിഭാഗത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ കൃത്യമായി അതിനൊരു കാരണമുണ്ടാക്കി തങ്ങൾ കാലുപിടിച്ച് അപേക്ഷിച്ചിട്ടും UDF വിട്ടത് എന്നാണ്. ഈ മോൻസ് MLA ആയത് 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. 19 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടെ നിന്ന് ഇവിടെ മത്സരിക്കുകയും MLA ആകുകയും മന്ത്രിയാകുകയും ചെയ്ത ആളാണ് മോൻസ്. ഇപ്പൊ മോൻസിന് എന്ന് പറഞ്ഞിട്ടാണ് ഇടതുപക്ഷം അത്ര മോശമാണെന്ന് തോന്നലുണ്ടായത്? മോൻസ് ജോസഫ് എന്ന് പറയുന്നത് എന്നോടൊപ്പം ഞാൻ KAC പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ KACയുടെ പ്രസിഡന്റായിരുന്നു. ആ പാരമ്പര്യമുള്ള മോൻസിന്. അപ്പം ഞങ്ങളൊക്കെ സമകാലികരാണ്. അപ്പം 19 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അവിടെ ആദ്യം 96 MLA ആയി. അതിനുശേഷം 2001 ഇടതുപക്ഷ മുന്നണി ഇന്ന് തോറ്റു. അത് കഴിഞ്ഞ് 2006 നടന്ന ഇലക്ഷൻ ജയിച്ചു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയി. ഇതൊക്കെ MLA ആയതല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലല്ലേ, അല്ലാതെ വേറൊരു മുന്നണിയിലല്ലല്ലോ. ഇപ്പോഴല്ലേ UDFിലേക്ക് വന്ന MLA ആയത്. അതിന് മുമ്പെല്ലാം പുള്ളി MLA ആയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 19 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് PA ജോസഫും മോൻസും ഒക്കെ മന്ത്രിയായത് ഇടതുപക്ഷ മുന്നണിയിലാണ്. ഇപ്പൊ അവരാ പറയുന്നതിന് അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അല്ല, നിങ്ങൾ മുന്നണിയിൽ അസംതൃപ്തരാണ്, അതായത് LDFനൊപ്പം തുടരുന്നതിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ എന്താണ് വസ്തുത? അവരുടെ അകത്താണല്ലോ 8 10 സ്ഥാനാർത്ഥി രംഗത്ത് വന്നിരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പിലല്ലേ ഇപ്പൊ ഒത്തിരി സ്ഥാനാർത്ഥികൾ, അവരുടെ ജില്ലാ പ്രസിഡന്റ്, ബാക്കി ഭാരവാഹികളെല്ലാം PC തോമസ് ഉൾപ്പെടെയുള്ള രംഗത്ത് വന്നിരിക്കുകയല്ലേ. ആ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് അവര് ഞങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ദുഷ്ടലാക്കോട് കൂടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത്. ജോസ് കെ മാണി നേതൃത്വത്തിൽ, ജോസ് കെ മാണി ചെയർമാനായിട്ടുള്ള ഈ പാർട്ടി ഉറച്ചു നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് മന്ത്രിയുണ്ട്, MLAമാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ഇതെല്ലാം ഉണ്ട്. ജോസഫ് ഗ്രൂപ്പിന് എന്തുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ തോമസ് ചാഴിക്കാടന് പകരം ജോസ് കെ മാണി തന്നെ കോട്ടയത്ത് മത്സരിക്കണമെന്ന ഒരു അഭിപ്രായം ഒരു വിഭാഗം ശക്തമാക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതിൽ ജോബ് മൈക്കിളുടെ നിലപാടെന്താണ്? ഇവിടെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടനാണ്. ജോസ് കെ മാണി ഓൾറെഡി ഇപ്പൊ MP ആണ്. അപ്പൊ അദ്ദേഹത്തിന് വേറെ MP സ്ഥാനത്തിന് ഇപ്പൊ ആവശ്യമില്ല. ഇപ്പൊ അദ്ദേഹം രാജ്യസഭാ മെമ്പറാണ്, പാർട്ടിയുടെ ചെയർമാനാണ്. അപ്പൊ ഇവിടെ വേറെ ഏതെങ്കിലും പാർട്ടി പറയുന്നതല്ലോ.
ഞങ്ങൾ ചെയ്യുന്നത്. അല്ല, ഉന്നതാധികാരി സമിതി അംഗം തന്നെയായ ഒരാളാണ് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകുന്നതാണ് നല്ലത് എന്ന അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതുമായി ഒറ്റപ്പെട്ട അഭിപ്രായം ആരെങ്കിലും പറഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ട കാര്യമില്ല. അത് ഒറ്റപ്പെട്ട അഭിപ്രായമില്ലേ, അതിനൊന്നും വലിയ വിലയില്ല. അത് പലർക്കും പല അഭിപ്രായം കാണും. പക്ഷെ അതില്ല, പാർട്ടി ഇതെല്ലാം കറക്റ്റായിട്ട് ഒരു സ്ഥാനാർത്ഥി തോമസ് ചാഴിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. നല്ല ഉന്നതമായിട്ടുള്ള വിജയം, സുനിശ്ചിതമായിട്ടുള്ള വിജയം, വൻ ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ തോമസ് ചാഴികാടൻ വിജയിച്ചു വരും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം എവിടെ ചെന്നോ അവിടാണ് വിജയം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് എവിടാണ് ചെന്നത് അവിടാണ് വിജയം. പക്ഷേ പാലായിൽ ആ വിജയം ഉണ്ടായില്ല എന്നാണ് അവർ എടുത്തു പറയുന്നത്. അത് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് മുന്നണി വിട്ടതിന്. UDF നിന്നപ്പോഴും പാലായി തോറ്റല്ലോ, UDF നിന്നപ്പോഴും പാലായി തോറ്റല്ലോ. അത് ഈ മോൻസിനെ പോലുള്ള ആളുകളുടെ കുത്സിത പ്രവർത്തനം കൊണ്ടാണ് അന്നത്തെ തോൽവി. കോൺഗ്രസും പാർട്ടിയും ഇതുപോലുള്ള കുറെ ആളുകളുടെ കൂട്ടി നിന്ന് നടത്തിയ കുത്സിത പ്രവർത്തനമാണ് UDF നിന്നപ്പം തോറ്റത്. അപ്പൊ താങ്കൾ പറയുന്നത് PM മാത്യു കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന പ്രസ്താവന അത് ഒറ്റപ്പെട്ട പ്രസ്താവനയായി കണ്ടാൽ മതി, അല്ലാണ്ട് ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല എന്നാണോ? അതെ, അതൊക്കെ ഒറ്റപ്പെട്ട പ്രസ്താവനയായി കണ്ടാൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങളുടെ നിലപാടിൽ, അതായത് ജോസഫ് വിഭാഗം മുമ്പോട്ട് വെക്കുന്ന ജോസഫ് ഇവിടെ ഉള്ളത് അവരുടെ പാർട്ടിക്കകത്ത് അഭിപ്രായം വല്ലതും ഉണ്ടോ? അവരുടെ അകത്തുള്ള അടി എല്ലാം പുറത്ത് കാണിക്കാൻ വേണ്ടി ഈ മോൻസ് ജോസഫ് ഇടതുപക്ഷ മുന്നണി MLA ആയിട്ടല്ലേ 1996 ജയിച്ചത്. അദ്ദേഹം മന്ത്രിയായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയിലല്ലേ അദ്ദേഹം മന്ത്രിയായത്. ഇപ്പം വലിയ ഒരു UDFന്റെ അപ്രസ്തമാണ്. UDFൽ നമ്മൾ പറഞ്ഞല്ലോ, UDF കേരള കോൺഗ്രസ് എന്ന് കൈവിട്ടോ അന്ന് UDFന്റെ പതനായി. UDF കാണിച്ചത് തെറ്റാണ്. തെറ്റായ രീതിയിലാണ് ഞങ്ങളെ പുറത്താക്കിയത്. ഞങ്ങളെ പുറത്താക്കി. അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൂടുതൽ ശക്തികൾ ആരാന്ന് ഇപ്പം മനസ്സിലാകുകയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു അവസരം, അതായത് താങ്കൾ തന്നെ പറയുന്നു നിങ്ങൾ തിരിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ അന്ന് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന നിലപാട് UDFലെ പല നേതാക്കൾക്കുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ ഇനി അങ്ങനെ ഒരു തിരിച്ചുപോക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഞങ്ങൾക്ക് ഇപ്പം നല്ലൊരു മുന്നണി ഉണ്ടല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ നല്ല വിജയം ഞങ്ങൾക്കുണ്ടായല്ലോ. ആ മുന്നണി ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബഹുഭൂരിപക്ഷം സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടിക്കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, ഞാൻ പറയുന്നത് കൊടിവെച്ച കാറിൽ കറങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഗുണമൊന്നും മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടും കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ് മോൻസ് ജോസഫ് കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പ്രതികരിച്ചത്. ഉദ്ദേശിച്ചെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്കറിയാലോ, ജലജീവൻ പദ്ധതിയിൽ കൂടി കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വെള്ളം നിങ്ങൾക്കറിയാലോ, വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ മണ്ഡലത്തിൽ പോലും 480 കോടി രൂപയുടെ വർക്കാണ് ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കൂടി റോഷി അഗസ്റ്റിൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചങ്ങനാശ്ശേരിക്ക് വേണ്ടി നേടുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹം കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയുക. അല്ല, ഒരു ചോദ്യം കൂടെ അവസാനമായി, ഈ ജോസ് കെ മാണിക്കും റോഷി അഗസ്റ്റിനും ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ട് എന്ന് താങ്കൾ തോന്നിയിട്ടുണ്ടോ? അത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. പാർട്ടി ചെയർമാൻ പറഞ്ഞ എന്താണോ ആ പാർട്ടി ചെയർമാന്റെ നേതൃത്വത്തിൽ റോഷി അഗസ്റ്റിനും ഞങ്ങൾ MLA-മാരും MP-യും പാർലമെന്റ് പാർട്ടിയെല്ലാം ഒറ്റക്കെട്ടാണ്. അതിനകത്തൊരു അവസരവും ഇല്ല. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഈ അവസരത്തെ പ്രതികരിച്ചത്. തോമസ് ചാഴി